ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ദിവസം മുഴുവനും സോഫ്റ്റായിട്ടിരിക്കുന്ന റവ പാൽപ്പുട്ടും അതീവ രുചികരമായിട്ടുള്ളൊരു കടലക്കറിയുമാണ്. 8 മണിക്കൂർ കുതിർത്ത കടലയാണ്. ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം, അല്ലെങ്കിൽ സവാള ചേർക്കാം. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലിനി ഒരു ടൊമാറ്റോ കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. നല്ല ചുമന്ന ടൊമാറ്റോ ആണെങ്കിൽ നല്ല കളറായിരിക്കും കറിക്ക്. വെള്ളക്കടലയേക്കാളും കറുത്ത കടലയാണ് കൂടുതൽ ടേസ്റ്റ്. എപ്പോഴും കടല വേവിക്കുമ്പോൾ ഉള്ളിയും ഈ ടൊമാറ്റോയും നേരത്തെ തന്നെ ഇട്ട് കുക്കറിൽ വേവിച്ചാൽ നന്നായിട്ട് വെന്ത് ഉടയുകയും ചെയ്യും, ടേസ്റ്റും ആയിരിക്കും. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കടല വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കടലയ്ക്ക് നിരപ്പായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഫസ്റ്റ് വിസിൽ വന്ന ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് 5 വിസിൽ കേൾക്കുന്നത് വരെ ഇരിക്കട്ടെ. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം. അത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. റവ ഒന്ന് ആവി വന്നാൽ മതി, കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ പുട്ടിന്, ഒരു ചെറിയ മധുരവും ഉണ്ടാവും. ഇതിൽ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, ഇതുകൂടി ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്താൽ നല്ലൊരു കളർ കിട്ടും ഈ പുട്ടിന്. ഇതിനി കുഴയ്ക്കുന്നത് പാൽ കൊണ്ട് തന്നെയാണ്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പാല് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞാൽ രണ്ടാമത് ചേർക്കാമല്ലോ, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും വീണ്ടും റവ ഇട്ടുകൊണ്ടിരിക്കണം. ഇത് ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് ഇതൊന്ന് കുതിർന്ന് കിട്ടുക. റവ കുതിർന്ന് കഴിയുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിരിക്കും. കടലക്കറി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഗരം മസാല തീർന്നുപോയി. അപ്പോൾ കുറച്ച് ഗരം മസാല ഉണ്ടാക്കുമെന്ന് വെച്ചു. പെരുംജീരകവും പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും പിന്നെ സ്റ്റാർ അനീസ് ഉണ്ടല്ലോ, അതും കൂടിയാണ് എടുത്തത്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഞാൻ ഒരിക്കലും ഗരം മസാലയൊന്നും കടയിൽ നിന്ന് വാങ്ങാറേ ഇല്ല, വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല മണമാണ് ഇങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയ്ക്ക്. ഏത് പുട്ടിനായാലും പുട്ടിന് ടേസ്റ്റ് കൂട്ടുന്നത് തേങ്ങയാണ്, അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ. ഫ്രിഡ്ജിലൊക്കെ നമ്മൾ തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ അത്ര ടേസ്റ്റ് കാണുകയില്ല. അപ്പോൾ തന്നെ പൊട്ടിച്ചെടുത്ത് തിരുമിയെടുക്കുന്ന തേങ്ങയ്ക്കാണ് നല്ല ടേസ്റ്റ് പുട്ടുണ്ടാക്കുമ്പോൾ. പക്ഷേ പച്ചത്തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. ഇത് പക്ഷേ കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ്. തേങ്ങ വെട്ടിയിട്ട് തന്നെ 2-3 മാസമായി. തേങ്ങ തിരുമുന്ന മെഷീനൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൈയെല്ലാം പോയത് തന്നെ. പുട്ടിനുള്ള തേങ്ങയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗരം മസാല ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ പെരുംജീരകവും ജീരകവും ചെറുതായി ചൂടാക്കി പൊടിച്ചു വെച്ചാൽ നമുക്ക് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റുമായിരിക്കും, മണവുമായിരിക്കും. ഇതിനി ഒരു മസാല ഉണ്ടാക്കണം കടലയ്ക്ക് വേണ്ടി. നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് വീണ്ടും ചേർക്കുന്നില്ല. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കായമാണ്. കായം 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടാതെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ആംചൂർ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർത്തിട്ടുണ്ട്, അഥവാ ഡ്രൈ മാംഗോ പൗഡർ. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കടലക്കറിക്ക്. മസാലയെല്ലാം വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ട്. കടല നോക്കിക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. 5 വിസിലാണ് കേൾപ്പിച്ചത്, അതും മീഡിയം ഫ്ലെയിമിലാണ്. പാൻ ചൂടാക്കി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. സാധാരണ ഞാൻ ചേർക്കുന്നതിൽ നിന്ന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വല്ലപ്പോഴുമല്ലേ ഇങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ കുറച്ച് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇതിൽ കടുകും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം. ഇതിൽ ഈ കലക്കി വെച്ച മസാല ചേർക്കാം.
മസാല ഒന്ന് നല്ലതുപോലെ മൂക്കണം. നല്ലൊരു മണം വരും. ഈ ചേർത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് കടല ചേർക്കാം. കടലയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. ഒരു തവിയോളം മാറ്റി വച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെയൊന്നും അരയണ്ട, ഒന്ന് അതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. കടലക്കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ ഇത്രയും മതി. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. സാധാരണ തേങ്ങാപ്പാലൊക്കെ കടലയിൽ ചേർക്കാറുണ്ടല്ലോ, പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കടലക്കറി നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കേ, എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. ചിക്കൻ കറിയോ മട്ടൻ കറിയേക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്ന കടലക്കറിക്ക്. ഇനി 3-4 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഇതിൻ്റെ മസാലയൊക്കെ ഈ കടലയിൽ പിടിക്കട്ടെ. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കിയാൽ മതി. ഇതിൽ നമ്മൾ കടല അരച്ച് ചേർത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടി വറ്റും. അതനുസരിച്ച് നിങ്ങൾ ഗ്രേവി കൂട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കുതിർന്നിരിപ്പുണ്ട്. റവ ആയതുകൊണ്ട് ചിലപ്പോൾ ഡ്രൈ ആയി പോവും. അപ്പോൾ ഒരല്പം വെള്ളം തളിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒട്ടും തന്നെ ഉണ്ട കിട്ടുകയില്ല. പുട്ടുണ്ടാക്കാൻ നമുക്ക് പുട്ടുകുറ്റി ധാരാളം മതിയാവും. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇതുപോലൊരു ബൗളിലാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ബൗൾ ഉണ്ടാവുമല്ലോ, അതിൽ സുഖമായിട്ട് പുട്ടുണ്ടാക്കാം. പുട്ടുകുറ്റി തന്നെ വേണമെന്നില്ല. ഇത് കാഴ്ചയിൽ കുറച്ചുകൂടി ഭംഗിയല്ലേ. ചെറിയ ചെറിയ പുട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കപ്പ് കേക്കും മഫിൻസും ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ബൗളുണ്ടല്ലോ, അത് ധാരാളം മതിയാകും. എന്നിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെയുള്ള സ്റ്റീമറാണ്. അതിലൊരല്പം എണ്ണ തേച്ചിട്ടാണ് ഇത് വച്ചത്. എണ്ണയില്ലെങ്കിലും കുഴപ്പമില്ല, സുഖമായിട്ട് ഇളകി വരും. അപ്പോൾ അത് 8 മിനിറ്റ് ഇരുന്നൊന്ന് സ്റ്റീം ആകട്ടെ. ബാക്കി വന്ന മാവിനെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. പുട്ടുണ്ടാക്കാൻ ഇനി പുട്ടുകുറ്റി വേണമെന്നില്ല. ഈ രീതിയിലൊക്കെ നമുക്ക് സുഖമായിട്ട് പുട്ടുണ്ടാക്കാം. അതുപോലെ പുട്ടുകുറ്റിയൊക്കെ ആണെങ്കിൽ ഒരാൾക്കൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത്രയും വലിയ പുട്ടുകുറ്റിയിൽ എത്ര കുറച്ചിട്ടാലാണ് അതിലുണ്ടാക്കാൻ പറ്റുക. ഈ രീതിയിലാവുമ്പോൾ എത്ര കുറച്ചായാലും നമുക്ക് ഉണ്ടാക്കാം. അതുമല്ല, ഇത് കുക്കറിൽ വയ്ക്കുന്നത് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പുട്ട് നന്നായിട്ട് വേകും. പാനിൽ വെച്ച പുട്ടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആ കളർ നോക്കിക്കേ, ആ ക്യാരറ്റിൻ്റെ കളറാണ്. അതുപോലെ ഈ പാൽപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു മണവുമുണ്ട്. കടലക്കറിയും റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ ഈ പുട്ട് കഴിക്കണം. തണുത്ത് പോയാൽ നമ്മൾ സാധാരണ ഏത് പുട്ടുണ്ടാക്കിയാലും തണുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയി പോവില്ലേ, അതുപോലെ തന്നെയാണ് ഈ റവയും. പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കണമെങ്കിൽ ഈ റവയോടൊപ്പം കുറച്ച് ചോറ് കൂടി പൊടിച്ച് ചേർത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് ഗോതമ്പ് പുട്ടായാലും അരിപ്പുട്ടായാലും കുറച്ച് ചോറ് കൂടി ആ മാവിനോടൊപ്പം പൊടിച്ച് ചേർത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ പാനിലിട്ടിട്ട് ഒരല്പം വെള്ളം തളിച്ച് ഒന്ന് അടച്ച് വച്ചിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഇളക്കിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. എന്നും ഒരേ തരം പുട്ടൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അല്പം പാൽപ്പൊടി കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.